ഇന്ന് നമുക്ക് ചോറിലേക്ക് ഒരു ഉപ്പേരിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചൊരങ്ങ ഇട്ടാട്ടാ ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. ചൊരങ്ങയും വൻപയറും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഉപ്പേരി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. വൻപയർ ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ചരങ്ങൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റി കുറച്ച് ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് ചുരങ്ങ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിങ്ങനെ. ചുരങ്ങ കുക്കായി വരുമ്പോഴത്തേനെ നമുക്ക് ഈ വൻപയർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് വെച്ച വൻപയർ ഉണ്ടല്ലോ, അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു ചമ്മന്തി തയ്യാറാക്കട്ടോ. കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. തേങ്ങ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവരുത് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വൻപയറും ചുരങ്ങൊക്കെ ഇവിടെ കുക്കായി വന്നിക്കണ്. പിന്നെ ഈ ചുരങ്ങയിലേക്ക് വൻപയറും കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കടുകൊന്ന് വറവിടുക. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ വേപ്പിൻ്റെ ഇല ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വറവ് ഇതുണ്ടല്ലോ, അത് ഉപ്പേരിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളെ വൻപയറും ചുരങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കണേ.